NABH COP7D. ഖലീൽ ജിബ്രാൻ തൻ്റെ ഒരു പുസ്തകത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, കഴിയുന്നതിലും കൂടുതൽ കൊടുക്കുന്നത് ഔദാര്യം, ആവശ്യമുള്ളതിൽ കുറച്ചെടുക്കുന്നത് അഹങ്കാരം. നമുക്ക് പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യനോട് ഔദാര്യമാകാമോ? ആകാം. അതെങ്ങനെയാണ്? നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ കൂടുതൽ എഫേർട്ട്, കോൺസെൻട്രേഷൻ, നോളജ് ബിൽഡ് ചെയ്ത് ആ സർവീസ് അവർക്ക് കൊടുക്കുക എന്നതാണ്. നമുക്ക് പേഷ്യനോട് അഹങ്കാരമുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള മാർഗം, നമുക്ക് വേണ്ടുന്നതിൽ കുറച്ചായിരിക്കും നമ്മൾ എടുക്കുക. പേഷ്യൻറ്റിൻ്റെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ചോദിക്കണം. മറ്റേതെങ്കിലും 2 ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഈച്ച് ആൻഡ് എവരി ടൈം ഓഫ് സർവീസസ് പ്രൊസീജിയർ ചോദിച്ച് മനസ്സിലാക്കണം. അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഇൻഫർമേഷൻ അവിടെ നിന്ന് എടുക്കുന്നില്ല. ആ പേഷ്യൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന് വീണ്ടും ചോദിച്ചുറപ്പ് വരുത്തുക. ഏത് സൈറ്റിലാണ് പ്രൊസീജിയർ എന്നത് കൃത്യമായും ചോദിച്ച് മനസ്സിലാക്കുക. COP7D says that care is taken to prevent adverse events like a wrong patient, wrong procedure and wrong site. അതിന് കൃത്യമായ ഡോക്യുമെന്റേഷൻ പ്രോഗ്രാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. എല്ലാ പ്രൊസീജിയറിനും പ്രീ പ്രൊസീജിയർ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. WHO നമുക്കൊരു സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് തരുന്നുണ്ട്. ആ ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം, ഓർ അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ഉപയോഗിക്കാം നമുക്ക്. അങ്ങനെ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യാൻ നേരം വളരെ കൃത്യതയോടുകൂടി ആ പേഷ്യൻറ്റിൻ്റെ പേര്, വീട്ടുപേരോ മറ്റേതെങ്കിലും 2 കാര്യങ്ങൾ, ആ MR നമ്പർ അല്ലാതെ മറ്റേതെങ്കിലും 2 കാര്യങ്ങളും കൂടെ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോട് ചോദിക്കുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റിൽ മാച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ പ്രൊസീജിയർ അത് തന്നെ അല്ലേ എന്ന് ഒന്നുകൂടെ സംസാരിച്ച് ഉറപ്പ് വരുത്തുക. അതിനകത്ത് അഹങ്കാരം കൊണ്ടാണ്, നാണക്കേട് കൊണ്ടല്ല കേട്ടോ, നമ്മൾ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം എടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഖലീൽ ജിബ്രാൻ പറയുന്നത്, നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ കൂടുതൽ കൊടുക്കുന്നതിനാണ് ഔദാര്യം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്നത് പോലും എടുക്കുന്നില്ലെങ്കിൽ, ദാനധർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇവിടെ അത് വളരെ ആപ്റ്റാണ്. നമുക്ക് വേണ്ടുന്നത് പോലും എടുക്കുന്നില്ലെങ്കിൽ അതിനെ വിളിക്കേണ്ടത് അഹങ്കാരമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. AAC2B എന്ന് പറഞ്ഞൊരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ്, ഈ COP7D ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. AAC2Bയിൽ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് നമ്മൾ കണ്ടതാണ്. അവിടെ പേഷ്യനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൃത്യമായി ഒരു യുണീക്ക് ID ജനറേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ COP1B എന്ന് പറഞ്ഞൊരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റിൽ കണ്ടു, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും, ഏത് സർവീസ് കൊടുത്താലും, ഏത് പ്രൊസീജിയർ ചെയ്താലും അറ്റ്ലീസ്റ്റ് 2 ഐഡന്റിഫിക്കേഷൻ ഷുഡ് ബി വെരിഫൈഡ്. ഇത് നമ്മൾ കണ്ടതാണ്. AAC2Bയിൽ അത് ക്രിയേറ്റ് ചെയ്യണമെന്നും COP1Bയിൽ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. യൂണീക്ക് ആയിരിക്കണം. അത് തോന്നുന്ന കാര്യങ്ങളല്ല. ഒരിടത്ത് വരുമ്പോൾ ബില്ല് വാങ്ങി നോക്കണം, വേറെടുത്ത് വരുമ്പോൾ MR നമ്പർ നോക്കണം, വേറെടുത്ത് പേര്, അങ്ങനല്ല. യൂണിഫോം ആയിട്ടായിരിക്കണം ഈ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടത്. അതുപോലെ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ ടീമിലുള്ള എല്ലാവർക്കും ഈ പേഷ്യൻ്റ് ഐഡന്റിറ്റിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ആ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന ഡോക്ടറാണോ ടെക്നീഷ്യനാണോ അവരാണ് അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിൾ പേഴ്സൺ. ഇനി ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ആ പ്രൊസീജിയർ നടക്കുകയാണെങ്കിലും ആ ട്രെയിനിക്കല്ല റെസ്പോൺസിബിലിറ്റി. അവിടെ ആ ട്രെയിനിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർവൈസർ ആരാണോ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? അപ്പം ആ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി, ആ പെർഫോമിംഗ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഓഫ് ദാറ്റ് പ്രൊസീജിയർ അദ്ദേഹത്തിനാണ്. അദ്ദേഹം അത് ഉറപ്പുവരുത്തിയിരിക്കണം. അതുപോലെ ടീം മെമ്പേഴ്സിനെല്ലാം തന്നെ നമുക്കിത് റോങ് പ്രൊസീജിയറോ റോങ് സൈറ്റിലോ റോങ് പേഷ്യൻറ്റോ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്, കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്
COP 7D, care is taken to prevent adverse events like a wrong patient, wrong procedure, wrong site.